ഖബറിൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഇറങ്ങി വരുന്ന മലക്കിനെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമല്ലോ. ആ മലക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഖബറിൽ ഒരു മലക്ക് വരുന്നുണ്ടല്ലോ നബിയേ. ആ മലക്കിനെ കുറിച്ച് തങ്ങളൊന്ന് വിവരിച്ചു തരാമോ നബിയേ? فقال رسول الله صلى الله عليه وسلم തങ്ങൾ ആ സമയത്ത് മറുപടി പറയുകയാണ്, ആ മലക്ക് അവന്റെ പേരാണ് റൂമാൻ എന്ന പേരുള്ള മലക്ക്. ചെറുപ്പക്കാരാ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും എല്ലാവരും കിടക്കുന്ന ഖബറിന്റെ അകത്ത് അനുഭവിക്കാനുള്ളതാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഖബറിൽ അനുഭവിച്ചതാ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ ഖബറിന്റെ അകത്ത് അനുഭവിച്ചതാണ്. ഏതൊരു മനുഷ്യന്റെ ഖബറിലേക്കും ഈ മലക്ക് വരുന്നതാണ്. എന്നിട്ട് മുത്തുനബി പറയുകയാ, യദ്ഖുലു അലൽ മയ്യിതി സുമ്മ യഖൂലു ലഹു. ആ മലക്ക് വന്നിട്ട് ഖബറിന്റെ അകത്തേക്ക് ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ആ ഖബറാളിയോട് സലാം പറയുന്നതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്നതാ. എല്ലാവരോടും പറയൂല. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് നല്ല മയ്യത്താണോ? റൂമാനെന്ന മലക്ക് വന്നിട്ട് സലാം പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് സ്വാലിഹായ മയ്യത്താണോ? നിസ്കാരം മുറമോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ഇബാദത്തുകൾ മുറമോനെ കൊണ്ടു നടന്ന മയ്യത്താണോ? ആ മയ്യത്തിനോട് റൂമാൻ എന്ന മലക്ക് വന്ന് സലാം പറയും സ്വഹാബാ. ആ മലക്ക് വരുമ്പോ ആ മലക്കിന്റെ മുഖത്ത് വലിയ പ്രകാശമാണ് സ്വഹാബാ. കണ്ടിട്ടില്ലേ നിങ്ങള്? പകൽ വെളിച്ചത്തിൽ സൂര്യന്റെ പ്രകാശം തട്ടുന്നത് കണ്ടിട്ടില്ലേ? ഇതേ പ്രകാരം ആ മയ്യത്ത് എത്രത്തോളം സ്വാലിഹാണോ അത്രത്തോളം പ്രകാശം ആ ഖബറിലേക്ക് വരുമെന്നാ. ഉമ്മമാരെ, നിങ്ങളെ എത്രത്തോളം ഇബാദത്ത് ദുനിയാവിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ ഇബാദത്തിന്റെ തോതനുസരിച്ച് ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരുമെന്നാണ്. ഈ ദുനിയാവിൽ എത്രത്തോളം അമലുകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് റൂമാൻ എന്ന മലക്ക് നമ്മളെ ഖബറിൽ വരുമ്പോ ആ ഇബാദത്തിനനുസരിച്ച് ഖബർ ഇങ്ങനെ പ്രകാശിക്കുമെന്നാ. ഇബാദത്ത് കുറഞ്ഞവരാണോ? സൽക്കർമ്മങ്ങൾ കുറഞ്ഞവരാണോ? നിസ്കാരങ്ങളും നോമ്പുകളും സൽപ്രവർത്തനങ്ങളും ജീവിതത്തിൽ കുറഞ്ഞവരാണോ? അവരെ ഖബറിലേക്ക് റൂമാൻ എന്ന മലക്ക് വരുമ്പോ ആ ഖബറിലെ വെളിച്ചം അങ്ങനെ കുറഞ്ഞു പോകുമെന്നാണ്. നമ്മുടെ വീട്ടിൽ കത്തുന്ന ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങളെ? ആ ബൾബ് നല്ല വോൾട്ടേജ് ഉള്ള സമയത്ത് നല്ല പ്രകാശം ഉണ്ടാകുമല്ലോ. വോൾട്ടേജ് കുറയുമ്പോ അതിന്റെ ലൈറ്റ് ഇങ്ങനെ അണഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളെ? ഇതുപോലെയാണ് ചെറുപ്പക്കാരാ നമ്മുടെ ഖബർ മോനെ. ഇതുപോലെയാണ് പൊന്നുമോളെ നമ്മുടെ ഖബർ മോളെ. ഇതുപോലെയാണ് ഉമ്മമാരെ നമ്മുടെ ഖബർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൂടുതലുണ്ടോ? ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമാൻ എന്ന മലക്ക് വരുമ്പോ എന്റെ ഖബറിലുള്ള വെളിച്ചം തരുന്നതാണ്. നിങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അല്ലാഹ്